നമുക്ക് ഏത്തപ്പഴം കൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കിയാലോ? 4 മണി പലഹാരം. പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴും ഒക്കെ കൊടുക്കാം, നമുക്കും കഴിക്കാന്നേ. മധുരമൊക്കെ ഇച്ചിരി കുറച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പം നമുക്കൊന്നും ഉണ്ടാക്കാം. എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന, മിക്കവാറും ഞാനിവിടെ ഉണ്ടാക്കുന്ന സാധനം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വലിയ ഇൻഗ്രീഡിയൻസോ വലിയ ഹൈ അഷ് ബുഷ് സാധനങ്ങളൊന്നും ഉപയോഗിച്ചില്ല. ചുമ്മാ ഉള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിനുണ്ടാക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇന്നിവിടെ 2 പണിക്കാരും ഉണ്ട്, അവർക്കും കൂടെ കൊടുക്കാമല്ലോ. അതിന് ഞാൻ എടുക്കുന്നത് 2 ഏത്തക്കായ കേട്ടോ. 2 ഏത്തക്കായ എടുക്കുന്നത്. അപ്പം ഏത്തക്കായ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു ഈ അളവിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ അരിഞ്ഞെടുക്കുക. രണ്ട് ഏത്തക്കായ ആട്ടോ എടുക്കണത്. ഈ ഏത്തക്ക നല്ല പഴുത്തതാണെങ്കിൽ നല്ലതാണ്. ഇച്ചിരി നന്നായിട്ട് പഴുത്തതൊക്കെ ആണെങ്കിൽ അപ്പം അതിന് ടേസ്റ്റ് കൂടുതലുണ്ട്. ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം, ഇല്ലേ? രസമുണ്ട് താനും. ഇനി നമുക്ക് കുറച്ച് തേങ്ങ വേണം. കുറച്ച് മതിയിട്ട എല്ലാ സാധനങ്ങളും. ഇത് റവയും കൂടെ കൂട്ടി നമ്മൾ ഉരുട്ടിയെടുത്തിട്ട് എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നല്ല. വെളിച്ചെണ്ണയെക്കാളും നല്ല ഏതെങ്കിലും ഓയിലുകളൊക്കെ ഇല്ല, പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മളിങ്ങനെ തേങ്ങ ചിരണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതായിരിക്കും കേട്ടോ. ഞാൻ വലിയ പുള്ളിയായിട്ട് നിന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇതൊക്കെ എല്ലാവരും തന്നെ ചെയ്യുന്ന സാധനമാണ്. വീടുകളിൽ പിള്ളേരൊക്കെയുള്ള വീടുകളിലൊക്കെ എല്ലാവരും ചെയ്യുന്ന സാധനമാണ്. നല്ല രസമുണ്ട് കഴിക്കാനെന്ന് മാത്രം. പിന്നെ ഷുഗർ രോഗികളല്ലാത്തവർ മധുരം കുറച്ച് ഉപയോഗിക്കുക. പഞ്ചസാര ഉപയോഗിക്കുന്ന സ്ഥാനത്ത് പഞ്ചസാര ഉപയോഗിക്കാണ്ടിരിക്കുക, അതാ വേണ്ടത്. ഇതിനൊരു മധുരം ഉണ്ടല്ലോ നമ്മുടെ ഏത്തപ്പഴത്തിന്, അത് മതിയെന്ന് വെക്കുക. ഇങ്ങനെയൊക്കെ ഉച്ചയ്ക്ക് 4 മണി പലഹാരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു കട്ടൻ ചായയോ, ഞാൻ മിക്കവാറും കട്ടൻ ചായ ഉണ്ടാക്കും കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടെ കൂട്ടി അങ്ങ് കൊടുക്കും. അവൻ ചായ ഒന്നും കുടിക്കില്ല, അവന് വെള്ളം കുടിച്ചാൽ മതി. ചെലമ്പ് പൊടി ഉപയോഗിക്കാം, പിന്നെ റവയില്ല, റവപ്പൊടി ഉപയോഗിക്കാം കേട്ടോ. ഇത് രണ്ടിലേതെങ്കിലും ഉപയോഗിക്കാം. മൈദയും കൊണ്ട് ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഗോതമ്പ് പൊടിയും കൊണ്ട് ഉണ്ടാക്കണ ഉണ്ട്. ഗോതമ്പ് പൊടിയും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന റവയും കൊണ്ടാണ്. ഇത്രയും തേങ്ങ മതി. ഇത്തിരി തേങ്ങയുടെ ആവശ്യമൊന്നും നമുക്കില്ല, ഇത് മതി. അപ്പം ഇതിൻ്റെ കൂടെ നട്ട്സോ കിസ്മിസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ. ഞാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഒഴിച്ചു കൊടുത്തേക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തേക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തേക്കണത്. അതിലേക്ക് നമ്മൾ ഈ ഏത്തക്ക ഇടണം. ഇതൊന്ന് മൊരിഞ്ഞ് വരണം. ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് മൊരിച്ചെടുക്കണം. ഇതൊക്കെ എളുപ്പം ഉണ്ടാക്കാവുന്ന സാധനങ്ങളേ ഉള്ളൂ. തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ, തേങ്ങ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാത്ത ഉരുളുമൊക്കെ ചെയ്യും. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ വെച്ച് ഉണ്ടാക്കാം. ഇതൊക്കെ ഇത് ഏത്തപ്പഴം ഉണ്ടെങ്കിലും ഒരു മൈദയല്ല ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കുണ്ട്. ഇതുണ്ട്, ഒരു ബ്രൗൺ കളർ വരുന്നുണ്ട്. ഇച്ചിരി നന്നായിട്ട് ബ്രൗൺ കളർ ആയിക്കോട്ടെ. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മളൊരു 3/4 ഗ്ലാസ്
ഈ ഗ്ലാസ്സിന്, അതായത് സ്റ്റീൽ ഗ്ലാസിൻ്റെ ഒരു 3/4 ഗ്ലാസ് റവ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട കേട്ടോ. എനിക്ക് എപ്പോഴും ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകും. പിന്നെ ഞാൻ ആലോചിച്ചാൽ പിന്നെ പറയുന്നത് എപ്പോഴും മാറിപ്പോകും. വലുത് ടേബിൾ സ്പൂൺ, ചെറുത് ടീസ്പൂൺ. ഇതിന് നമുക്ക് കുത്തി ഉടയ്ക്കണം. അതുകൊണ്ട് പഴുത്ത പഴമാണെങ്കിൽ നല്ലതാട്ടോ, നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇനി ഇത് ഇവിടെ ഇരുന്ന് എടുക്കട്ടെ. കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഇത് നന്നായിട്ട് ഇനി കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴയ്ക്കണം. ലഡു ഉണ്ടാക്കുന്ന രീതിയിൽ അതുപോലെ കുഴച്ചെടുക്കണം. ഈ പരുവാകും കേട്ടോ. കുഴച്ച് പരുവത്തിലാകും. ചപ്പാത്തിക്കൊക്കെ ഇട്ട് കുഴയ്ക്കുമ്പോൾ ഇങ്ങനെ കുഴച്ചെടുത്തോണ്ടിരുന്നാൽ മതി. നമ്മൾ ഇത് കുഞ്ഞു ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കണം. ചെറിയ ഉരുളകളായിട്ട് കുഞ്ഞു ഉരുളകൾ ലഡു ഒക്കെ ഉരുട്ടി വയ്ക്കും പോലെ. ലഡുവിൻ്റെ ഷേപ്പ് തോന്നും അല്ലേ? ഇനി നമുക്കൊരു ദിവസം ലഡു ഉണ്ടാക്കാം. ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമുള്ള പരിപാടികളാണ്. 4 മണിക്കൊക്കെ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം നല്ല മധുരമല്ലേ. വലിയവർക്ക് മധുരം ഇഷ്ടമല്ലേ. അപ്പം വലിയ ആർഭാടമൊന്നും ഇല്ലാത്തൊരു പലഹാരം. ഈ പഴം ബോണ്ടയൊക്കെ ഉണ്ടാക്കും പോലെ. ഇത് ഏത്തപ്പഴം മാത്രമേ ഉള്ളൂ, റവയാന്ന് മാത്രം. ഇതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും. ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. എല്ലാവരും ഉരുട്ടി ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ഇങ്ങനെ എത്ര കൊണ്ട് ഇട്ടിട്ടുണ്ട്? 4, 6, 8, 10, 12, 14, 16, 17 എണ്ണം. 2 ഏത്തപ്പഴം കൊണ്ട്. ഇനി നിങ്ങൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഏത്തപ്പഴവും റവയൊക്കെ എടുത്താൽ മതി കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. വെളിച്ചെണ്ണേക്കാളും നല്ല ഏതെങ്കിലും ഓയിലാട്ടോ. ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതൊന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടാവണ വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി കഴിയുമ്പം അത് ഓരോന്നായിട്ട് നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വെക്കണേ. ഇത് എണ്ണയിൽ മുങ്ങിക്കിടക്കണം. എങ്കിൽ നമ്മളൊന്ന് ഉരുട്ടിയിട്ടാൽ മതി. ഇങ്ങനെ തീ മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. എന്നാൽ ഇതിനകമൊക്കെ ഒന്ന് വേവുള്ളൂ. ഇത് കുറച്ച് നേരം ഇങ്ങനെ കിടക്കട്ടെ എന്ന് വെക്കണം. അപ്പോൾ ഒരു ബ്രൗൺ കളറാകും. ചെറുതായിട്ട് വന്നിട്ടുണ്ട് ബ്രൗൺ കളറല്ലേ. ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും അത് എണ്ണയ്ക്കകത്ത് കിടന്നിട്ട് മൊരിയും കൂടെ ചെയ്യും. കരിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. തിരിച്ചിട്ടുകൊണ്ടിരിക്കണം.
ഓരോ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി പഠിക്കാന്നേ. ചുമ്മാ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ കടയിൽ പോയി എല്ലാം ഒരു 1/4 കിലോയോ 1/2 കിലോയോ താഴെ മേടിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ വന്ന് ഇതുണ്ട് ഇങ്ങനെ ഓരോന്നോരോ സാധനങ്ങൾ ഉണ്ടാക്കുക, കഴിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. എന്നിട്ട് നല്ല എക്സസൈസും ചെയ്യണം കേട്ടോ. എന്നാലും നമുക്കൊരു സന്തോഷം, ഹാപ്പിനെസ് വരികയുള്ളൂ. ഹാപ്പി ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എക്സസൈസും കൂടെ ചെയ്യണം. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമ്മളല്ലാണ്ട് അനങ്ങാണ്ടൊന്നും നമ്മൾ ഇരിക്കേണ്ട കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കണം. അപ്പം അതിൻ്റെ കൂടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളായത്. ഇതിപ്പം മൂത്തു കേട്ടോ. അതിനിടയ്ക്ക് ഈ സാധനം എടുത്ത് എവിടെയാണ് വെച്ചതെന്ന് മറന്നുപോയി. അത് തപ്പിക്കൊണ്ട് പോയായിരുന്നു ഇടയ്ക്ക്. ഭയങ്കര മറവി. ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് എവിടെയാണ് വെക്കുന്നതെന്ന് ഓർക്കുപോലും ഇല്ല ചില സമയം. ഇല്ല, ഇഷ്ടമുള്ള പേരൊക്കെ ഇട്ടോളുക. ഇതിപ്പം ഞാനിപ്പം ഏത്തക്ക ബോണ്ടാന്നൊക്കെ ഞാൻ പറയും. പക്ഷെ ഇത് ബോണ്ടയല്ല കേട്ടോ, ഇത് വേറൊരു സാധനമല്ലേ. തേങ്ങാപ്പീരയുടെയൊക്കെ ആ തേങ്ങയുടെയൊക്കെ ടേസ്റ്റും ഒക്കെ ഉണ്ട്. ഇതുണ്ട് നല്ല നല്ല മടുമരോന്നിരിക്കുന്നു. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.